ഗൈസ് ഞങ്ങൾ സർവേക്ക് പോവാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ അലീനാലു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നേക്കണേ. വേറെ ഒന്നുമല്ല കേട്ടോ, ഒരു ചെറിയൊരു യൂണിറ്റി വ്ളോഗാണേ. അപ്പോൾ രാവിലെ തന്നെ ഒരു 8:30 ഒക്കെ ആയപ്പോഴേക്കും ക്ലാസ്സിൽ ചെന്നു കേട്ടോ. ഇനി ക്ലാസ്സിൽ നിന്നാണ് പോസ്റ്റിങ്ങിന് കൊണ്ടുവന്നത്, വേറെ വണ്ടിക്കൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അന്നേരം കാണിച്ചു തരാം കേട്ടോ. പോസ്റ്റിങ്ങിന് പോകണേക്കാളും മുമ്പ് നല്ല വിശപ്പ്, കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞങ്ങൾ അടുത്ത കടയിൽ പോയി ഞങ്ങൾ മേടിച്ചത് നബാട്ടി ആയിരുന്നു കേട്ടോ. എനിക്ക് നബാട്ടി ഭയങ്കര ഇഷ്ടം. എനിക്ക് അതിനകത്ത് ചീസിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ ഫാനായിരുന്നു, ഇപ്പം എനിക്ക് ചീസിൻ്റെ നബാട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എത്തിയിട്ട് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ കോളേജിൽ നിന്ന്. അരിയന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച സർവേ, അത് കഴിഞ്ഞ് കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ, അങ്ങനെയാട്ടോ. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഒരു 1 മന്താണ് ഫുള്ള് ടോട്ടൽ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്. ഗൈസ് ഞങ്ങൾ സർവേക്ക് പോവാട്ടോ ഗൈസ്. രാവിലെ തന്നെയാണെങ്കിൽ ഭയങ്കര മുടിഞ്ഞ വെയിലായിരുന്നു, എന്നാലും സർവേക്ക് പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓരോ വീട്ടിൽ പോയി സർവേ എടുത്തോണ്ടിരിക്കുക കേട്ടോ. പശുക്കുഞ്ഞോ അല്ല പശുക്കിടാവോ അങ്ങനെ കണ്ടല്ലോ ഇതിൻ്റെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ വലിയ പശുവിനൊക്കെ എനിക്ക് പേടിയാണ്. പക്ഷെ കുഞ്ഞിങ്ങനെ കിടാങ്ങളൊക്കെ ഇല്ലേ, അതുങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലല്ലേ, അടിപൊളിയല്ലേ. സർവേക്ക് പോകുമ്പോൾ പിന്നെ ഈ ലാംഗ്വേജ് പ്രശ്നമാണ് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. കാരണം നമ്മുടെ നാട്ടിലാണ് ഈ പ്രശ്നമില്ല, പക്ഷെ ഇവിടേക്ക് ആകുമ്പോൾ ലാംഗ്വേജ് പ്രോബ്ലം ഒരു ഭയങ്കര പ്രശ്നം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സർവേ ഒക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് എഴുതാനുണ്ട്, എല്ലാം ഇനി എഴുതി കൂട്ടി വെക്കണം, അസൈൻമെൻ്റൊക്കെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഒത്തിരി പണിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നേഴ്സിങ് എളുപ്പമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ പൊന്നു മക്കളെ എഴുതി കൂട്ടി നമ്മളൊരു പരുവാവും. ഞങ്ങൾ പോയ സ്ഥലം അത്യാവശ്യം അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഹരിതാപം പച്ചപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വീടിൻ്റെ സൈഡിൽ കണ്ട കാഴ്ച കേട്ടോ ഇത്. ഒരു അമ്മക്കോഴിയും പിന്നെ അതിൻ്റെ കൂടെ കുറേ കുഞ്ഞുങ്ങൾ, നല്ല രസമല്ലേ. എല്ലാ വീടിൻ്റെ മുൻവശത്ത് തന്നെ എല്ലായിടത്തും കോലങ്ങൾ ഉണ്ടാവും കേട്ടോ. രാവിലെ തന്നെ ഇവർ വെളുപ്പിന് എണീറ്റ് വരയ്ക്കുന്ന പല ഡിസൈനിലാട്ടോ. എല്ലാ വീട്ടിലും പല ഡിസൈനിൽ പല കളർ പൊടികൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കോലങ്ങൾ വരച്ചേക്കണത്. ഗൈസ് ഇവിടെയാണെങ്കിൽ ഫുൾ പട്ടിയുടെ ശല്യമൊക്കെ, എല്ലാ വീട്ടിലും ഉണ്ട് ഓരോന്ന്. പശുവിനെ കാണിച്ചു തരാട്ടോ. ഗൈസ് ഞങ്ങൾ അങ്ങനെ സർവേക്ക് പോയി റെയിൽവേ ട്രാക്ക് വരെ എത്തിട്ടോ. അഞ്ചിത ട്രെയിൻ വരൂടി. ഞങ്ങളാണെങ്കിൽ വലിയ കാര്യത്തിന് ട്രെയിൻ വരുമ്പോ ഓടാ എന്ന സെറ്റപ്പിലായിട്ടൊന്നും ഞങ്ങൾ നിൽക്കുന്നേ. വലിയ കാര്യത്തിന് ഞങ്ങളിത് ട്രെയിനൊക്കെ കാണാൻ പോയതാട്ടോ, പക്ഷെ ഒന്നും വന്നില്ല. ഈ ഒരു സിനിമയിൽ പറയണ പോലെ മറ്റേ കിലുക്കത്തിൽ പറയണ പോലെ എന്താ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല. ഗൈസ് ഒടുക്കത്തെ വെയിലാട്ടോ. എന്റെ പൊന്നെ കണ്ണൂര് അടിച്ചു, അങ്ങനത്തെ വെയിലാട്ടോ. അതുമല്ലത് ഈ ബാഗും ചുമന്നോണ്ട് പോണത് അൺസൈക്കബിൾ. എങ്ങോട്ടോ എന്തോ എന്നറിയാതെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. എവിടെയാണ് എത്തണ എവിടെയാന്നൊന്നും അറിയത്തില്ല, എങ്ങോട്ടോ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ നിൽക്കണ പശുവിനെ മറികടന്ന് വേണം കേട്ടോ ഞങ്ങൾക്ക് മഞ്ഞ പൂന്തോട്ടത്തിട്ട് പോകാൻ വേണ്ടി. കുറേ കഷ്ടപ്പെട്ടു, എന്നാലും ലാസ്റ്റ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ലാസ്റ്റ് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങ് പോയി. അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള പൂന്തോട്ടത്തിട്ടൊക്കെ കാണാൻ പറ്റി. ഞങ്ങളവിടെ നിന്ന് കുറേ നേരം ഫോട്ടോയൊക്കെ എടുത്തു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. കൃത്യം ഈ മാസമാണെന്ന് തോന്നുന്നു ഈ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാനേ തോന്നിയില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഇത് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ ശരിക്കും വീഡിയോയിലെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളിത്തേനുണ്ടോ, പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി, ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ. ഞങ്ങളുടെ കൂടെ തന്നെ പഠിക്കുന്ന അഞ്ജിത എന്ന് പറഞ്ഞ കൊച്ചു പാടിയതാട്ടോ ഈ പാട്ട്. അവളാട്ടോ അതേ ഈ കാണുന്നത് ഇവിടെ. ഇതാട്ടോ ആള്. ഈ തോട്ടം ഫുൾ നോക്കാൻ കുറേ പണിക്കാരുണ്ട് കേട്ടോ. അപ്പൊ അവരെല്ലാരും ഓടിച്ചു വിടുന്നേക്കാൾ മുമ്പ് ഞങ്ങളങ്ങനെ നൈസായിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചു.
ചെറിയൊരു കമ്മ്യൂണിറ്റി വ്ലോഗ് ആട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വീഡിയോസ് ആട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ മാമിന്റെ മുമ്പിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വന്നവരേക്കും ബൈ.